ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ അത് കേവലം ഒരു നികുതി ഇളവ് പ്രഖ്യാപനം എന്നതിലുപരി ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സുദൃഢമായ വ്യക്തിബന്ധവും ഒപ്പം മാറിയ ആഗോള സാഹചര്യങ്ങളും ഈ കരാറിന് പിന്നിലെ ചാലക ശക്തികളാണ്. റഷ്യ യുക്രൈൻ യുദ്ധവും ചൈനയുടെ ആഗോള സാമ്പത്തിക വെല്ലുവിളികളും നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ കരാർ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്കും കാർഷിക വ്യാവസായിക രംഗത്തിനും നൽകുന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വെറുമൊരു വ്യാപാര പങ്കാളിയല്ല, മറിച്ച് ഏറ്റവും വലിയ കയറ്റുമതി വിപണി കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ട്രംപ് ഭരണകൂടം അമേരിക്ക ഫസ്റ്റ് എന്ന നയം കർശനമായി നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉയർന്ന നികുതി ചുമത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു. ഇന്ത്യയെ ഒരു ടാക്സ് കിങ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് തുല്യമായ നികുതി ഇന്ത്യയും കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ശീതയുദ്ധത്തിനാണ് പുതിയ സംയുക്ത പ്രസ്താവനയിലൂടെ അന്ത്യമാകുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ചുമത്തിയിരുന്ന 25% പകരത്തീരുവ 18% കുറയ്ക്കാനുള്ള തീരുമാനം വലിയൊരു വിജയമാണ്. ഇത് ഇന്ത്യൻ വസ്ത്രങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, ചെരുപ്പുകൾ, മരുന്നുകൾ എന്നിവയ്ക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ സ്വീകാര്യത നൽകും. തുണിത്തരങ്ങളും തുകൽ ഉൽപ്പന്നങ്ങളും പോലെയുള്ള തൊഴിൽ തീവ്രമായ മേഖലകളിൽ ഈ ഇളവ് ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സൂചിപ്പിച്ചതുപോലെ 30 ലക്ഷം കോടി ഡോളറിന്റെ ബിസിനസ് അവസരമാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. ഈ കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം റഷ്യൻ എണ്ണയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തിയിരുന്നു. എന്നാൽ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി ഈ 25% അധിക നികുതി ട്രംപ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യയുടെ പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഇതിലൊരു വലിയ നിബന്ധന അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ച് പകരം അമേരിക്കയിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങണമെന്നാണ് ട്രംപിന്റെ താൽപ്പര്യം. റഷ്യൻ എണ്ണ വാങ്ങൽ തുടർന്നാൽ തീരുവ തിരികെ ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും കരാറിന് പിന്നിലുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നയതന്ത്ര വെല്ലുവിളിയാണ്. റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദവും അമേരിക്കയുമായുള്ള വളരുന്ന പങ്കാളിത്തവും എങ്ങനെ സന്തുലിതമായി കൊണ്ടുപോകും എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. കരാറിന്റെ ഭാഗമായി ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. 5 വർഷത്തിനുള്ളിൽ 50,000 കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യും. ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, കൽക്കരി എന്നിവയ്ക്ക് പുറമെ ആധുനിക സാങ്കേതിക വിദ്യകളായ AI ചിപ്പുകൾ, ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ എന്നിവയും ഈ പട്ടികയിലുണ്ട്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അമേരിക്കയെ ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ ഡിജിറ്റൽ കുതിപ്പിന് ഗുണകരമാകും. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മദ്യത്തിനും ഇന്ത്യ നികുതി ഇളവ് നൽകുന്നുണ്ട്. ചുവന്ന ചോളം, കശുവണ്ടി, ബദാം, പഴവർഗ്ഗങ്ങൾ, സോയാബീൻ, ഓയിൽ എന്നിവയ്ക്ക് നികുതി കുറയും. വൈൻ, സ്പിരിറ്റ് തുടങ്ങിയ അമേരിക്കൻ മദ്യങ്ങൾക്ക് ഇന്ത്യയിലെ വിപണിയിൽ ഇനി വില കുറഞ്ഞേക്കാം. ഇത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഗുണകരമാണെങ്കിലും ആഭ്യന്തര ഉൽപ്പാദകരെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. എന്നാൽ മണിച്ചോളം, പിസ്ത തുടങ്ങിയ നിശ്ചിത ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് പൂർണ്ണ ഇളവ് എന്നതിനാൽ ഇത് നിയന്ത്രിതമായ മാറ്റമാണ്. വ്യാപാര കരാറുകളിൽ പലപ്പോഴും വികസ്വര രാജ്യങ്ങൾ തങ്ങളുടെ കാർഷിക മേഖലയെ ബലി കഴിക്കാറുണ്ട്. എന്നാൽ ഈ കരാറിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചില മേഖലകൾക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്. കാർഷിക, ക്ഷീര മേഖലകളിൽ വളരെ നിയന്ത്രിതമായ ഇളവുകൾ മാത്രമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കർഷകർക്ക് വലിയ വെല്ലുവിളിയായേക്കാവുന്ന ഓറഞ്ച്, പ്ലം, മുന്തിരി, നാരങ്ങ, വാഴപ്പഴം തുടങ്ങിയ പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ നികുതി ഇളവ് നൽകാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ തേയില, മാങ്ങ എന്നിവയുടെ ഇറക്കുമതിയിലും നിയന്ത്രണങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഇന്ത്യൻ ഭക്ഷണക്രമത്തിൽ ഒഴിവാക്കാനാവാത്ത മസാലകൾ, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ ഇറക്കുമതിക്കും ഇന്ത്യ പൂർണ്ണ സംരക്ഷണം നൽകിയിട്ടുണ്ട്. ക്ഷീരമേഖലയിലെ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകിയത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താകുകയും ചെയ്യും. അതേസമയം ഇന്ത്യൻ അരിക്ക് അമേരിക്കൻ വിപണിയിൽ മുൻഗണന നൽകുമെന്ന വാഗ്ദാനം നമ്മുടെ നെൽകർഷകർക്ക് പുതിയ വിപണി സാധ്യതകൾ തുറന്നു നൽകുന്നു. കരാർ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ ആഗോള ഓഹരി വിപണികളിൽ വലിയ മുന്നേറ്റമാണ് ദൃശ്യമായത്. ഇന്ത്യൻ സൂചികകൾ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ അമേരിക്കൻ സൂചിക ചരിത്രത്തിലാദ്യമായി 50,000 കടന്നത് ഈ കരാറിലുള്ള നിക്ഷേപകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ മരുന്ന് വ്യവസായത്തിന് അമേരിക്ക നൽകുന്ന ഇളവുകൾ ലോകത്തിന്റെ ഫാർമസി എന്ന ഇന്ത്യയുടെ ഖ്യാതി വർദ്ധിപ്പിക്കും.
നിലവിൽ $10 ബില്യൺ മരുന്നുകളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. ഇളവുകൾ വരുന്നതോടെ ഇതിന്റെ മൂല്യം ഇരട്ടിയാകാൻ സാധ്യതയുണ്ട്. വിമാനഭാഗങ്ങൾ, വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് തുടങ്ങിയ മേഖലകളിലെ ഇളവുകൾ ഇന്ത്യയെ ഒരു ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാനുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ കരുത്താകും. സാങ്കേതികവിദ്യ കൈമാറ്റത്തിലും ഈ കരാർ പുതിയ വഴികൾ തുറക്കും. ഈ കരാർ ഒരു തുടക്കം മാത്രമാണ്. മാർച്ച് മാസത്തോടെ കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ചില നിബന്ധനകൾ ഇന്ത്യയിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. പ്രത്യേകിച്ച് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ നിർബന്ധമായും വാങ്ങണം എന്ന നിബന്ധനയും റഷ്യൻ എണ്ണയെ സംബന്ധിച്ച നിലപാടുകളും സൂക്ഷ്മമായ വിശകലനം അർഹിക്കുന്നു. റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധത്തെ അമേരിക്കൻ താൽപ്പര്യങ്ങളുമായി എപ്രകാരം ഇണക്കിച്ചേർക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ചൈനയ്ക്ക് പകരമായി ഒരു ആഗോള വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയ്ക്ക് ഇന്ത്യയെപ്പോലൊരു വലിയ വിപണിയെയും പങ്കാളിയെയും അവഗണിക്കാൻ കഴിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള ഈ സാമ്പത്തിക ഐക്യം വരും ദശകങ്ങളിൽ വൻ സാമ്പത്തിക വളർച്ചയിലേക്കുള്ള വാതിലാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത് ആഗോള വ്യാപാര രംഗത്ത് ശുഭസൂചനയാണ് നൽകുന്നത്. ഈ കരാർ കേവലം അക്കങ്ങളുടെ കളി മാത്രമല്ല, മറിച്ച് വരും നൂറ്റാണ്ടിലെ ആഗോള അധികാരക്രമത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന ഒരു സുപ്രധാന കരാർ കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.